ഹലോ, സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മൈക്രോമാക്സ് A177 അതിൻ്റെ ടച്ച് ബേസിനെ കുറിച്ചാണ്. ടച്ചിൻ്റെ കണക്ഷൻ എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ടച്ചിൻ്റെ ഈ ബോർഡിലുള്ള കണക്ടറിന് ആകെ 6 ലെഗുകളാണുള്ളത്. ഈ 6 ലെഗിൽ ഒന്നാമത്തെ ലെഗ്, അതായത് ഈ സൈഡിൽ നിന്ന് ഒന്നാമത്തെ ലെഗ് എർത്താണ്. അത് നിങ്ങൾ ഈ കാണുന്ന എല്ലാം എർത്താണ്. ഇത് എവിടെയെങ്കിലുമൊക്കെ എർത്ത് നിങ്ങൾ ജമ്പർ അടിച്ചു കൊടുത്താൽ മതി. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 6 ലെഗിലും നിങ്ങൾ മൾട്ടിമീറ്ററിൻ്റെ ഒരു പോയിൻ്റ് പോൾ ഇവിടെ വെച്ച് മൾട്ടിമീറ്ററിലെ പ്രോബിൽ നിങ്ങൾ പ്രോബ് 10Kയിൽ സെറ്റ് ചെയ്ത് വെച്ച് ഒരു പ്രോബ് ഇവിടെ വെച്ച് ഈ 6 കണക്ഷനിലും നിങ്ങൾ റെസിസ്റ്റൻസ് ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. റെസിസ്റ്റൻസ് കാണിക്കുന്നില്ലെങ്കിൽ, ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് കാണിക്കുന്നില്ലെങ്കിൽ ആ ലൈനായിരിക്കും ബ്രേക്ക് ആകാൻ ചാൻസ് കൂടുതലുള്ളത്. അപ്പോൾ അങ്ങനെ ഏത് ലൈനാണ് ബ്രേക്ക് ആയെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പറ്റും. എന്നിട്ട് ആ ഒരു ജമ്പർ മാത്രം നിങ്ങൾ എടുത്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ എല്ലാ ജമ്പറും പറയുന്നുണ്ട്. അപ്പോൾ അതിലേതാണ് അത് മാത്രം വലിച്ചാൽ കൊടുത്താൽ മതി. അതിൽ ഒന്നാമത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ ഇങ്ങോട്ട് എർത്താണ്. അത് ഇതിൻ്റെ ഈ ടച്ച് പാഡ് വർക്ക് ചെയ്യാനുള്ള പവർ സപ്ലൈയിൽ നെഗറ്റീവ് ലൈൻ പോകുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ലൈന് ഇവിടെ നിങ്ങൾ 1, 2, 3, 4, 5 ഡോട്ട് കണ്ടോ? ഇപ്പുറം മാറി ഒരു ഡോട്ടും കണ്ടോ? ഈ ഡോട്ടുകളിലേക്കാണ് കയറുന്നത്. ഇതിൽ ഏതൊക്കെ ഡോട്ടുകളിലേക്കാണ് ഇത് കയറുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇപ്പോൾ രണ്ടാമത്തെ കണക്ഷൻ, ഈ രണ്ടാമത്തെ കണക്ഷൻ കയറുന്നത് ഇവിടുന്ന് രണ്ടാമത്തെ ഡോട്ടിലേക്കാണ്. മുകളിൽ നിന്ന് രണ്ടാമത്തെ ഡോട്ട്. മൂന്നാമത്തെ കണക്ഷൻ കയറുന്നത് ഇത് കണ്ടോ? ഇത് കണ്ടോ? ഒരു റെഗുലേറ്റർ. ഈ റെഗുലേറ്ററിന് മുകളിൽ 2 കാലും താഴെ 3 ലെഗുകളുമാണുള്ളത്. 3 × 5 ലെഗ്. അതിൽ ഈ സൈഡിൽ മുകളിൽ ആദ്യമത്തെ കാലിലേക്കാണ് ഈ മൂന്നാമത്തെ കണക്ഷൻ കയറുന്നത്. മനസ്സിലായല്ലോ? നാലാമത്തെ കണക്ഷൻ കയറുന്നത്, ടച്ചിലെ നാലാമത്തെ കണക്ഷൻ കയറുന്നത് ഈ ആദ്യത്തെ പോയിന്റിലേക്കാണ്, ഫസ്റ്റ് പോയിന്റിലേക്കാണ് നാലാമത്തെ കണക്ഷൻ കയറുന്നത്. അഞ്ചാമത്തെ കണക്ഷൻ കയറുന്നത് ഈ റെഗുലേറ്ററിൻ്റെ അടിയിലെ 3 ലെഗുള്ള ഭാഗമുണ്ടല്ലോ, 3 ലെഗുള്ള ഭാഗത്ത് ഈ സൈഡിൽ ആദ്യത്തേത്, ഈ സ്ക്രൂ ഡ്രൈവർ പോയിൻ്റ് ഇരിക്കുന്ന ആ സൈഡിൽ ആദ്യത്തേത്, അഞ്ചാമത്തെ ലെഗ് കയറുന്നത്. പിന്നെ ഈ കണക്ഷൻ ഈ ഡോട്ടിലേക്ക് കയറുന്നത് ഈ നിര കണ്ടല്ലോ, അതിൽ ഏറ്റവും ലാസ്റ്റത്തെ, അതായത് 5ാമത്തെ പോളിലേക്കാണ് കയറുന്നത്. പിന്നെ ഇനി ഈ ടച്ച് പാഡിൻ്റെ ലാസ്റ്റ് കണക്ഷനാണ് 6ാമത്തെ കണക്ഷനാണ്. 6ാമത്തെ കണക്ഷൻ ഇവിടെ ഈ മാറിയിരിക്കുന്ന ആ ഡോട്ടിലേക്കാണ് കയറുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ജമ്പർ ലൈനുകൾ. അപ്പം ഞാൻ ഇതിൻ്റെ ചിത്രം ഞാൻ ഒരെണ്ണം വരച്ച് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാം. നിങ്ങൾക്ക് ഡൗട്ടുള്ളവർക്ക് നിങ്ങൾ ആ ചിത്രത്തിൽ കൂടെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിനകത്ത് കണക്ഷൻ എങ്ങോട്ടാണ് കയറുന്നത്, അതിനകത്ത് ആ ബ്ലാക്ക് ആദ്യം കാണിച്ചേക്കുന്നത് അത് എടുത്ത് കൊടുത്താൽ മതി. ബാക്കി എല്ലാ കണക്ഷനും എങ്ങോട്ടാണ് കയറുന്നതെന്ന് നിങ്ങളിത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. പിന്നെ ഈ റെഗുലേറ്റർ ഉണ്ടല്ലോ, ഈ റെഗുലേറ്റർ വാട്ടർ ഡാമേജ് കൊണ്ടൊക്കെ കംപ്ലൈൻ്റ് ആകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ റെഗുലേറ്റർ മാറി വയ്ക്കുകയോ റീസെറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അതിൽ സെയിം ഫോണുണ്ടെന്നേൽ നമുക്ക് മാറ്റി വയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ആദ്യം തന്നെ നിങ്ങൾ ടച്ച് വേറൊരെണ്ണം ഇട്ട് നോക്കണം.
ടച്ച് കണക്ടർ വേറൊരെണ്ണം ഇട്ട് നോക്കണം. ഇതൊക്കെ കഴിഞ്ഞേച്ച് നിങ്ങൾ ഈ സപ്ലൈ ലൈനിലെ ഇവിടെ റെസിസ്റ്റൻസ് ഏതിലാണ് കാണിക്കാത്തത് അത് നോക്കിയേച്ച് ആ ലൈൻ മാത്രം നിങ്ങൾ എടുത്തു കൊടുത്താൽ മതിയാവും. എല്ലാ ലൈനും നിങ്ങൾ ജമ്പർ അടിക്കേണ്ട കാര്യമില്ല. ഒരു ലൈൻ മാത്രം നിങ്ങൾ ജമ്പർ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ടച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്ന വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.